നിന്നെ വേദനിപ്പിച്ചതിന്റെ കുറ്റബോധം ഈ അടുത്തൊന്നും മനസ്സിൽ നിന്ന് പോവില്ല. ഞാൻ നിന്നോട് കാണിച്ച നീതികേടിന് നീ ആവശ്യപ്പെടുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. സത്യം? സത്യം. എങ്കിലും ദയവ് ചെയ്ത് അതിനെ കുറിച്ച് പറയരുത്. പറയുമ്പോഴാ അതൊക്കെ ഓർമ്മിക്കുന്നേ. അതൊക്കെ മറക്കാൻ നന്ദു. അങ്ങനെ കുറച്ച് ദിവസങ്ങള് ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടം തുടങ്ങിയ. അതിനു മുൻപ് നന്ദു അമ്മയൊന്ന് വിളിക്കണം. ഹലോ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ അമ്മയോട് ദേഷ്യം കാണിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ഇനി അഥവാ ദേഷ്യം കാണിച്ചിട്ടായാലും വിരോധമില്ല. അമ്മമാരും മക്കളുടെ ദേഷ്യം കാണാൻ വിധിക്കപ്പെട്ടവരാ. എന്തായാലും എന്റെ മോനും മരുമോളും ഒരുമിച്ചല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. അമ്മയും ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാ പറഞ്ഞത്. നിങ്ങൾ ഒന്നിച്ച് സ്നേഹത്തോടെ ജീവിക്കണം. എന്റെ മരുമകളെ ദേവികയെ എനിക്കും ഇഷ്ടം തന്നെയാ. പക്ഷേ സ്ഥാനാർത്ഥി ദേവിക എന്റെ ശത്രുവാ. മറ്റൊരാളിന്റെ കയ്യിലെ കളിപ്പാവയവള്.